കേരളത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വളർച്ച താരതമ്യേന കുറവാണെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന നേതാക്കൾ പറഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വിഘടിച്ചു പോയവർ KNM എന്ന പേരിൽ പ്രവർത്തിച്ചാൽ നിയമപരമായി നേരിടുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. KNMൽ നിന്നും വിഘടിച്ചു പോയവർ KNM എന്ന പേരിൽ തന്നെ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കേരള ഹൈക്കോടതി ഈ അടുത്ത് വിധി പുറപ്പെടുവിച്ചതായി മുജാഹിദ് ഔദ്യോഗിക വിഭാഗ നേതാക്കൾ അറിയിച്ചു. ഇനിയും ഈ പേര് ഉപയോഗിച്ചാൽ അതിനെ നിയമപരമായി നേരിടും. ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിലുള്ള മുജാഹിദ് വിഭാഗവുമായി ഒരു ലയന ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ലെന്നും അവർ കൈയടക്കി വെച്ചിരിക്കുന്ന തങ്ങളുടെ സ്ഥാപനങ്ങൾ തിരികെ ലഭിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് തങ്ങളെന്നും നേതാക്കൾ അറിയിച്ചു. മറ്റു സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളരുന്നു എന്ന പ്രചാരണം തെറ്റാണെന്നും മുജാഹിദ് നേതാക്കൾ ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മതത്തെ ചില സംഘടനകൾ രാഷ്ട്രീയവൽക്കരിച്ചതാണ് അല്പമെങ്കിലും തീവ്രവാദ ചിന്ത വളരാൻ കാരണം. മതത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തിയ ആശയങ്ങളും ചിന്തകളും അത് ലോകത്ത് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയത്. കേരളത്തിൽ ഭീകര പ്രസ്ഥാനങ്ങളും ഇങ്ങനെ തീവ്രവാദ പ്രസ്ഥാനങ്ങളും വളരെ ശക്തമായി വരുന്നുണ്ട്. ബാക്കിയുള്ളടത്ത് ഇല്ല എന്നുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉള്ളതിന്റെ ഒരു ചെറിയ അംശം പോലും കേരളത്തിൽ ഇല്ല. കേരളത്തിൽ അങ്ങനെയുള്ള ഒരു ചിന്തക്ക് നിലനിൽക്കാനും സാധിക്കില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഒറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവിടെയുള്ള സാമൂഹ്യ സംഘടനകൾ, ഇവിടുത്തെ മതസംഘടനകൾ ഒക്കെ കേരളത്തിൽ വളരെ ബുദ്ധിപരമായി ഉയർന്നവരാണ്. അബ്ദുൽ നാസർ മഅദനിയുടെ വിചാരണ അകാരണമായി വൈകുന്നതിൽ എല്ലാ ജനങ്ങളും ശക്തമായി പ്രതികരിക്കണം. മുജാഹിദ് പ്രസ്ഥാനം രാഷ്ട്രീയത്തിനെതിരല്ല, എന്നാൽ രാഷ്ട്രീയത്തിൽ കക്ഷി ചേരില്ലെന്നും KNM നേതാക്കൾ അറിയിച്ചു. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ 2012 ഡിസംബർ 27 മുതൽ 30 വരെ നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് KNM നേതാക്കൾ സൗദിയിലെത്തിയത്. TP അബ്ദുള്ള കോയ മദനി, M മുഹമ്മദ് മദനി, PK അഹമ്മദ് അലി മദനി, അബ്ദുറഹ്മാൻ സലഫി, ഹനീഫ് കായക്കൊടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്യാമറമാൻ സാലിഹ് രുംബിയോടൊപ്പം ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.